ആലുവ എടമുള്ള പാലത്തിന് സമീപം പെരിയാറിന്റെ കൈത്തോട്ടിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു. ഇന്നലെ വൈകിട്ട് 3:30 ഈ കൈവഴിയിലെ വെള്ളം ചുവന്ന കളറിൽ കാണപ്പെട്ടിരുന്നു. നാട്ടുകാർ ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും മറ്റും അധികാരികളെയും അറിയിച്ചിരുന്നു. അവർ പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് കരിമീനടക്കമുള്ള മീനുകൾ ഇവിടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. ഓക്സിജൻ ലഭിക്കാതെ ചെറുമീനുകളടക്കം ജലോപരിതലത്തിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് ഒരു 3-3:30 ആയപ്പോഴാണ് നമ്മളെ കോട്ടക്കടവ് ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ കളർ മാറിയെന്ന് പറഞ്ഞിട്ട് ആ പരിസരവാസികൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുകയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും പരിസര പ്രവർത്തകരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരെല്ലാവരും വരികയും ആ സ്ഥലത്തിൻ്റെ സാമ്പിളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ അതിൻ്റെ സാമ്പിളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു പരിശോധിക്കാനായിട്ട്. അങ്ങനെ നമ്മളപ്പോൾ തന്നെ പിന്നെ വേറെ ഞങ്ങളും ഒരു പരിശോധന ഇതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എറണാകുളത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് രാവിലെ മീനുകളൊക്കെ ചത്തുപോകാൻ തുടങ്ങിയത്. പരിസരവാസികൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ അങ്ങോട്ട് വരികയും ഇവിടെ മീനുകൾ ചത്തുപൊങ്ങുകയും കരിമീൻ ഉൾപ്പെടെ മീനുകൾ ചത്തുപൊങ്ങുകയും കണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെയും അധികാരികളെയൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. പല ഫാക്ടറികളുടെയും സമീപത്തു കൂടിയാണ് ഈ കൈവഴി ഒഴുകുന്നത്. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.